ആരാന്ന് മനസ്സിലായോ? ആ വിഷണ്ണ ആലോചിക്കാണല്ലോ. എനിക്കൊക്കെ മനസ്സിലായി. എന്താറിയോ? മനസ്സിലായി, പക്ഷെ ഞാൻ പറയില്ല. അതെ, കൊടുക്കാറിലൊരു പണി കൊടുക്കാം, അപ്പൊ മനസ്സിലാവും. ടാസ്ക് വേണ്ട. മനസ്സിലായി. നിങ്ങൾ ഇങ്ങനെ പരീക്ഷയൊന്നും വേണ്ട, എനിക്ക് മനസ്സിലാവും. ഞാൻ പക്ഷെ പറയില്ല ആരാണെന്ന്. അറിയില്ല. ഓക്കെ, നമുക്ക് ഒരു കിടിലൻ ഒരു ആക്ട്രസിന്റെ പേരാ അല്ലേ? ഒരു ക്ലൂ ഏതായാലും ഇത് നമുക്കൊരു ഗെയിമാക്കി മാറ്റാം. ഇതാ ഇന്നത്തെ ഗെയിം. ഇപ്പൊ ഇതാണോ? ഇങ്ങോട്ടാണോ ഗെയിം? അവരുടെ ഒരു ആഗ്രഹം. വേണമെങ്കിൽ ക്ലൂ പറ, പേര് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ നമുക്ക്? അങ്ങനെ ഒരു പാട്ടൊക്കെ ഇല്ലേ? പഴയ ഒരു പാട്ടുണ്ട്. അതിന്റെ ട്യൂൺ പറഞ്ഞാൽ മതി, അപ്പൊ പാടും. മൂള് മൂള്, അടിപൊളി. മനസ്സിലായ? എന്നെ ഹെൽപ്പ് ചെയ്യുമ്പോ ഒരു പീസ് ആയിരുന്നു ആരും ഇല്ല കേട്ടോ. വെള്ളം കുടിച്ചു. ഇതൊരു നിങ്ങള് വല്ലാത്ത പണിയാ തന്നോണ്ടിരിക്കുന്നത് കേട്ടോ. ആളെ മനസ്സിലായിട്ടുണ്ട്. ഇങ്ങോട്ട് മാത്രല്ലല്ലോ പണി. അതാണ് ഈ ഷോ തുടങ്ങിയ മുതൽ തുടങ്ങിയാണ് ഓരോ പണി, ഓരോ ടാസ്ക് തരാറുണ്ട്. ടാസ്ക് തരുന്നതാണെന്ന് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ആളുടെ പേരിലേക്ക് എത്താനുള്ള സമയമായിരുന്നു കണ്ടത്. പക്ഷെ സന്തോഷം, ഇനി ഇങ്ങനെ തന്നോളൂ. പാട്ട് മൂളിയിട്ടും മനസ്സിലായില്ല. ഇനി ആ പാട്ടൊന്ന് പാടിക്കേ. മൂളിയവിടുത്തെ ആ മൂളി നേരത്തെ ആ മ്യൂസിക് മാത്രം വന്ന് അവിടെ വരികള് ഫില്ല് ചെയ്താൽ മതി. അതീന്ന് മതി, ആ വരികളൊന്നും എഴുതാ ഉഗ്രം പാട്ടായി. വരുന്നു ഞാൻ നിന്റെ വാലയവാതിൽ. പിന്നെ കിട്ടുന്നില്ല. അപ്പൊ നമ്മളൊരു പാട്ടുകാരി ആക്കി എടുത്തു. സ്ഥിതി ഒരു പാട്ടുകാരി ആക്കി എടുത്തു. ആരെങ്കിലും പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ടോ മുമ്പ്? ആരെങ്കിലും പാടിയിട്ടുണ്ടോ ഈ പാട്ട്? പാടിട്ട് പിന്നാലെ നടന്നിട്ടുണ്ടോ? അത് അടിപൊളിയല്ലേ? നമ്മുടെ പേരില് പാട്ടൊക്കെ ഉണ്ടെങ്കിൽ ആള് കൂടെ ഉണ്ട്. ആ പിന്നാലെ ഇങ്ങ് പോന്നു അല്ലേ? അടിപൊളി, കൊള്ളാം. അപ്പൊ ഗെയിം പറഞ്ഞുതരാം. ഇന്നത്തെ ഗെയിം എന്ന് പറഞ്ഞ ഒരു ജംബിൾഡ് വേർഡ് ആണ് കാണിക്കുക. കണ്ടുപിടിച്ചാ മതി ആ വാക്ക് എന്താന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് സ്ക്രീനിൽ നോക്കാം. കൂടെ ഇപ്പൊ ഉണ്ടോ ആള്? ഇപ്പൊ ഇല്ല. ഓക്കെ, ഉച്ചക്ക് കഴിക്കാൻ വരാറില്ല അല്ലേ? കൊണ്ടുപോകും. രാവിലെ കൊണ്ടുപോകും. ശരി, ഇവിടെ ഒരാൾ ഇങ്ങനെ ഇത് പെട്ടെന്ന് പറയാൻ പറ്റുന്നതാണോ? പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഇത് ജീവനുണ്ട്. നമുക്ക് കണ്ടാല് കണ്ടു കഴിഞ്ഞാല് പറഞ്ഞു ജീവനുണ്ട് ചടപടാന്ന് പറഞ്ഞു അല്ലേ? അടിപൊളി. നമ്മള് പറയാറില്ലേ കടലിനെയും ആനയും കണ്ട മതിയാവില്ല എന്ന് പറയാറുണ്ടല്ലോ. ഇതിനകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് കടലും ആനയും. നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല എന്ന് പറയും. അതാണ്. കണ്ണൂർ നല്ല വിശേഷം. എല്ലാരും നല്ല സമാധാനത്തിലിരിക്കുന്നു. നാടൊന്നും ഓർമ്മിക്കല്ലേ, പോയാ പിന്നെ ആ വഴി പോവും. അങ്ങനെയാണ്. നാട് ഓർമ്മിക്കല്ലേ, ഞാനിവിടുന്ന് പൊട്ടിക്കരയും. കണ്ണൂർ നമ്മുടെ ശ്വാസമാണ്. അങ്ങനെ തന്നെ. പക്ഷെ റിട്ടൂന്ന് എറണാകുളം എന്ന് പറഞ്ഞാൽ എന്താ എറണാകുളം എന്ന് പറയാറുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞു. അപ്പൊ ശ്രീദേവി എന്ന് വിളിച്ച് ഇങ്ങനെ ഒരു ടാസ്ക് തന്നോളൂ, ഞാൻ തോറ്റു തരാം. ഓക്കെ, ബൈ. ശരി.